പുതിയ KPCC പ്രസിഡന്റിനെ കണ്ടെത്താനുള്ള കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ സമവായ നീക്കങ്ങൾ വഴിമുട്ടി. സംസ്ഥാനത്തെയും ദേശീയ തലത്തിലെയും മുതിർന്ന നേതാക്കൾ പല തട്ടിലായതോടെ അധ്യക്ഷ പ്രഖ്യാപനം ഇനിയും വൈകുമെന്ന് ഉറപ്പ്. ഇതോടെ മാസങ്ങളോളം നീളാനിടയുള്ള ഈ അനിശ്ചിതത്വത്തിനിടയിൽ നിലവിലെ പ്രസിഡന്റ് സണ്ണി ജോസഫിനോട് സംഘടനാ ചുമതലകളിൽ വീണ്ടും സജീവമാകാൻ AICC കർശന നിർദ്ദേശം നൽകി. അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ട പേരുകളെ ചൊല്ലി പ്രതിപക്ഷ നേതാവ് VD സതീശനും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും രണ്ടു തട്ടിലാണ് എന്നതാണ് നിലവിലെ പ്രതിസന്ധി രൂക്ഷമാക്കുന്നത്. ഇരുവരെയും ഒരുമിപ്പിച്ച് ഒരു സമവായ ഫോർമുല ഉണ്ടാക്കാൻ ഹൈക്കമാൻഡ് നടത്തിയ ശ്രമങ്ങളൊന്നും ഇതുവരെ വിജയം കണ്ടിട്ടില്ല. സംസ്ഥാന കോൺഗ്രസിലെ പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഈ ചേരിതിരിവോടെ കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ്. എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ VD സതീശന് ദേശീയതലത്തിൽ വലിയ കരുത്തു പകർന്ന നിലപാടാണ് പ്രിയങ്ക ഗാന്ധിയുടേത്. KPCC അധ്യക്ഷൻ ആരാകണം എന്ന കാര്യത്തിൽ പ്രിയങ്ക ഗാന്ധിയും VD സതീശനും ഒറ്റക്കെട്ടായാണ് നിൽക്കുന്നത്. സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായത്തിന് അർഹമായ പരിഗണന നൽകണമെന്ന ശക്തമായ നിലപാടാണ് പ്രിയങ്കയ്ക്കുള്ളത്. ഇത് KC വേണുഗോപാലിന്റെ നീക്കങ്ങൾക്ക് വലിയ തടസ്സമാണ് ഡൽഹിയിൽ സൃഷ്ടിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഉറച്ച പിന്തുണ KCക്കുണ്ട്. ഇതിനിടെ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖർഗെയുടെ നിലപാടും ഈ അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ നിർണായകമായി മാറിയിട്ടുണ്ട്. ദളിത് പ്രാതിനിധ്യം എന്ന നിലയിലും മുതിർന്ന നേതാവെന്ന പരിഗണനയിലും കൊടിക്കുന്നിൽ സുരേഷിനെ KPCC അധ്യക്ഷനാക്കണമെന്നാണ് ഖാർഗെ ആവശ്യപ്പെടുന്നത്. പാർട്ടി അധ്യക്ഷനായ ഖർഗെയുടെ ഈ ശക്തമായ പിന്തുണ കൊടിക്കുന്നിലിനും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർക്കും വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. അതായത് KCയും രാഹുലും ഒരുമിക്കുമ്പോഴും ഹൈക്കമാൻഡിലും ഭിന്നാഭിപ്രായമുണ്ട്. ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് അതീതമായി മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയും തന്റേതായ നോമിനിയെ ഈ ഘട്ടത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ജോസഫ് വാഴക്കനെ KPCC അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരണമെന്നാണ് ചെന്നിത്തല ഹൈക്കമാൻഡിന് മുന്നിൽ ശക്തമായി വാദിക്കുന്നത്. ഇതോടെ പാർട്ടിയുടെ ഓരോ മുതിർന്ന നേതാക്കളും അവരവരുടെ സ്വന്തം സ്ഥാനാർത്ഥികൾക്കായി നിലയുറപ്പിച്ചതോടെ പൂർണ്ണമായ അനിശ്ചിതത്വമാണ് നിലനിൽക്കുന്നത്. നേതാക്കൾക്കിടയിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും സാധ്യത കാണാത്ത സാഹചര്യത്തിൽ പുതിയ KPCC പ്രസിഡന്റ് പ്രഖ്യാപനം ഇനിയും വലിയ തോതിൽ വൈകാനാണ് സാധ്യത. KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പല പേരുകൾ ഒരേ സമയം ഉയർന്നു വന്നതോടെ ഇനി കൂടുതൽ വിപുലമായ കൂടിയാലോചനകൾക്ക് ശേഷം മാത്രം നിയമനം നടത്തിയാൽ മതി എന്നാണ് ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനം. പ്രസിഡന്റ് നിയമനത്തിന് മാസങ്ങളെടുക്കുമെന്ന് ഉറപ്പായതോടെയാണ് നിലവിലെ പ്രസിഡന്റ് സണ്ണി ജോസഫിനോട് സജീവമാകാൻ നേതൃത്വം നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനു പിന്നാലെ മാറ്റിവെച്ചിരുന്ന KPCC രാഷ്ട്രീയകാര്യ സമിതിയും ഭാരവാഹി യോഗവും അടിയന്തരമായി വിളിച്ചു ചേർക്കാനും തീരുമാനമായിട്ടുണ്ട്. ഓണം കഴിഞ്ഞാൽ ഉടൻ ഈ യോഗങ്ങൾ ചേർന്ന് പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും. AICC പ്രഖ്യാപിച്ച വിവിധ പാർട്ടി പരിപാടികൾ സംസ്ഥാനത്ത് അടിയന്തരമായി നടപ്പിലാക്കേണ്ടതുണ്ട് എന്നതും പുതിയ തീരുമാനത്തിന് കാരണമായി. അഴിമതിക്കെതിരെയുള്ള യുവജന മുന്നേറ്റത്തിന് പിന്തുണ നൽകാൻ ലക്ഷ്യമിട്ട് AICC ആവിഷ്കരിച്ച ഛാത്രോം കി കുഞ്ച് എന്ന പ്രചരണ പരിപാടി ഉടൻ ആരംഭിക്കും. കൂടാതെ അയോധ്യ സംഭാവന കൊള്ള സംബന്ധിച്ച സംസ്ഥാനത്തെ പ്രചരണ പരിപാടികളും വരാനിരിക്കുന്ന യോഗങ്ങളിൽ തീരുമാനിക്കും. പുതിയ പ്രസിഡന്റ് വന്ന ശേഷമാകും ബോർഡ്, കോർപ്പറേഷൻ, അക്കാദമി നിയമനങ്ങൾ എന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന തീരുമാനം. എന്നാൽ അധ്യക്ഷ പ്രഖ്യാപനം വൈകുമെന്നതിനാൽ ഇതിനായുള്ള മാനദണ്ഡങ്ങളും പാർട്ടിക്കുള്ളിൽ നിശ്ചയിക്കാൻ ഒരുങ്ങുകയാണ്. സ്ഥാനങ്ങൾ പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ UDF-ൽ തുടങ്ങിക്കഴിഞ്ഞു.